നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചലിൽ നടക്കാനിരിക്കുന്ന 100 ആഴ്ചകൾ 100 സിനിമകൾ എന്ന ചലച്ചിത്ര പ്രദർശനം ആഗസ്റ്റ് 2-ന് ആരംഭിക്കും. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ക്രൈം നമ്പർ 89 ഉദ്ഘാടന ചിത്രം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചലിൽ നടക്കാനിരിക്കുന്ന 100 ആഴ്ചകൾ 100 സിനിമകൾ എന്ന ചലച്ചിത്ര പ്രദർശനം ആഗസ്റ്റ് 2-ന് ആരംഭിക്കും. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ക്രൈം നമ്പർ 89 ഉദ്ഘാടന ചിത്രം. അലയമൺ ഗ്രാമപഞ്ചായത്തിനെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനോട് യോജിപ്പില്ലെന്നും സംസ്ഥാന വ്യാപകമായി നിയോജക മണ്ഡലാടിസ്ഥാനത്തിലല്ല ബ്ലോക്ക് പുനഃക്രമീകരണം നടത്തേണ്ടതെന്നും മുല്ലക്കര രത്നാകരൻ. അടച്ചിട്ടിരിക്കുന്ന അഞ്ചൽ പനച്ചവിള കാഷ്യൂ ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. വർഷങ്ങളായി തരിശു കിടന്ന പാടം വിലയ്ക്ക് വാങ്ങി സ്വന്തമായി കൃഷി ഇറക്കിയിരിക്കുകയാണ് ഒരു യുവാവ്. പുനലൂർ ചടയമംഗലം നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചൂരക്കുളം പറയൻമൂല പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. അഞ്ചലിൽ നടക്കാനിരിക്കുന്ന 100 ആഴ്ചകൾ 100 സിനിമകൾ എന്ന ചലച്ചിത്ര പ്രദർശനം ആഗസ്റ്റ് 2-ന് ആരംഭിക്കും. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ക്രൈം നമ്പർ 89 ഉദ്ഘാടന ചിത്രം. അഞ്ചലിൽ ചലച്ചിത്ര പ്രേമികൾ സംഘടിപ്പിക്കുന്ന 100 ആഴ്ച 100 സിനിമകൾ എന്ന ചലച്ചിത്ര പ്രദർശനത്തിന് ഓഗസ്റ്റ് 2 ഞായറാഴ്ച തുടക്കമാകും. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും IFFK നെറ്റ്പാക് പുരസ്കാരവും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സുദേവൻ സംവിധാനം ചെയ്ത ക്രൈം നമ്പർ 89 ഉദ്ഘാടന ചിത്രം. ഓഗസ്റ്റ് 2 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് അഞ്ചൽ വർഷ റോയൽ സ്യൂട്ടിലാണ് ആദ്യ സിനിമയുടെ പ്രദർശനം നടക്കുക. വിദ്യാർത്ഥികൾക്ക് 50% നിരക്ക് കുറവുണ്ട്. 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചലച്ചിത്ര പ്രദർശനത്തിൽ വിവിധ ഭാഷകളിൽ നിന്നായി 100 ക്ലാസിക്കൽ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ADV ന്യൂസ്. അടച്ചിട്ടിരിക്കുന്ന അഞ്ചൽ പനച്ചവിള കാഷ്യൂ ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. അടച്ചിട്ടിരിക്കുന്ന അഞ്ചൽ പനച്ചവിള സർക്കാർ അധീനതയിലുള്ള കാഷ്യൂ ഫാക്ടറി ഉടൻ തന്നെ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നും തൊഴിലാളികളുടെ ശമ്പള തുക കൂട്ടി നൽകണമെന്നും ആവശ്യപ്പെട്ട് CITU നേതാവ് ബാലചന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. 100-ൽ പരം തൊഴിലാളികൾ പങ്കെടുത്ത നിരാഹാര സമരം CPIM ജില്ലാ കമ്മിറ്റി അംഗം K ബാബു പണിക്കർ ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി തൊഴിലാളികളുടെ നേതാവായിരുന്ന PK ഗുരുദാസൻ കശുവണ്ടി വ്യവസായത്തിന്റെയും തൊഴിലുവകുപ്പിന്റെയും മന്ത്രിയായി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരള സംസ്ഥാനം ഭരിച്ചിരുന്ന ഘട്ടത്തിൽ 2 ഘട്ടങ്ങളിലാണ് കൂലി കൊടുക്കി നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി തൊഴിലാളികളുടെ പ്രതിബദ്ധത അടാനുമായി ബന്ധപ്പെടുത്തുകയും ഓരോ ഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും കൂലി പുതുക്കി നിശ്ചയിച്ചപ്പോൾ അന്നല്ല ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് അധികാരത്തിലുണ്ടായിരുന്നതെന്ന് മാത്രമല്ല, ആദ്യം കൊടുക്കുന്നത് കശുവണ്ടി വികസന കോർപ്പറേഷൻ ഫാക്ടറികളാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ കൊടുക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഫാക്ടറികളും കൊടുക്കാൻ നിർബന്ധിക്കപ്പെടും. അപ്പൊ ആ നിലയിൽ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഫാക്ടറികൾ ഇത്തവണ തുറന്നു പോകില്ല. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ വ്യവസായത്തിലെ കൂലി പുതുക്കി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് യൂണിയനുകൾ പോലും വർദ്ധിപ്പിക്കാൻ കാലമായിട്ടില്ല എന്ന അഭിപ്രായമാണ് ഉണ്ടായത്. 2011 കൂലി പുതുക്കി രണ്ടാമത് പുതുക്കി നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ ഒരു ചായക്ക് 4 രൂപ മാത്രമാണ് നൽകുന്നത്. ഒരു ചായക്ക് 7 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ബസ് കൂലിയുടെ വർധന കൊണ്ട് 4 രൂപ തിരുവനന്തപുരക്കാരന് 7 വർദ്ധിച്ചു. അരിയുടെ വില 16-ൽ നിന്ന് 32, 36, 38 വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എല്ലാം വില വലിയ തോതിൽ 75%-ലധികം വർധന വരുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോഴാണ് കശുവണ്ടി തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കണം എന്ന ആവശ്യം ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ CITU മുൻകൈ എടുത്തുകൊണ്ട് കൊല്ലത്ത് സംസ്ഥാന കൺവെൻഷൻ ചേർന്നുകൊണ്ട് സമരത്തിലേക്ക് പോകണം എന്നാലോചിച്ചു. സമരസഹായ സമിതി രക്ഷാധികാരി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ പരിപാടിയിൽ പങ്കെടുത്തു.
CPIM അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി PS സുമൻ, ഏരിയ കമ്മിറ്റി അംഗം P അനിൽകുമാർ, ഇടമുളയ്ക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വർഷങ്ങളായി തരിശു കിടന്ന പാടം വിലയ്ക്ക് വാങ്ങി സ്വന്തമായി കൃഷി ഇറക്കിയിരിക്കുകയാണ് ഒരു യുവാവ്. ആലഞ്ചേരി അണുങ്ങൂരിൽ ദീപാവിലാസത്തിൽ നാരായണപിള്ളിയുടെ മകൻ രാജീവാണ് വർഷങ്ങളായി തരിശായി കിടന്ന പാടം വിലയ്ക്ക് വാങ്ങി കൃഷി ഇറക്കിയിരിക്കുന്നത്. വിദേശത്ത് സ്വന്തമായി ബിസിനസ് ചെയ്യുകയാണ് രാജീവ്. വിഷമയമില്ലാത്ത ആഹാരം കഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യുവാവ് സ്വന്തമായി കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. പാടത്തിനോട് ചേർന്ന വീടും പറമ്പും മറ്റൊരാൾക്ക് മുൻപ് രാജീവിന്റെ കുടുംബം വിറ്റിരുന്നു. ഇപ്പോൾ അതേ വീടും സ്ഥലവും വാങ്ങിയിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. സ്വന്തമായി നെല്ല് വിളയിച്ചെടുക്കാനാണ് ഉദ്ദേശമെങ്കിലും രാസവളങ്ങളും രാസകീടനാശിനികളും ഇല്ലാതെ നല്ല വിളവ് ലഭിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും എന്തായാലും ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് കൃഷി ചെയ്തിരിക്കുന്നതെന്നും രാജീവിന്റെ സഹോദരി ഭർത്താവ് കുട്ടൻപിള്ള ADV ന്യൂസിനോട് പറഞ്ഞു. കൃഷി ആരും ഇപ്പം കൃഷി ഇറക്കുന്നില്ലല്ലോ. നമുക്ക് ആദ്യമായിട്ടൊന്ന് ഇറക്കി അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി 300 പറ നിലമുണ്ട് ഇവിടെ. അവരെല്ലാം ഉപേക്ഷിച്ച് വേക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടൊന്ന് കൃഷി ചെയ്ത് കാണിച്ചു കൊടുത്താൽ എല്ലാവരും ചെയ്യുമെന്നുള്ള താല്പര്യം അനുസരിച്ച് ചെയ്യുന്നു. ഞങ്ങൾ ഒരു ഏക്കർ ചില്ലുവാനും കൂടെ മേടിച്ചു. അതും കൃഷി ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതും നെൽകൃഷിക്ക് വേണ്ടി. കൃഷിയോട് താല്പര്യം ഞാൻ മാവലിക്കൽ എൻ്റെ അളിയനാ മേടിച്ച്. അവനും പയ്യനാ, അവനും താല്പര്യമാണ്. അപ്പോൾ അവന് കിട്ടുന്ന മതിയെന്ന് മരുന്നടിക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം. ഇനി ഒറ്റ കണ്ടുള്ള ഈ പൊതുവെ ഇതിൻ്റെ ഉള്ളതുകൊണ്ട് മരുന്നടിക്കാതെ ജയിക്കുമെന്ന് അവൻ ശാസ്ത്രീയമായ രീതിയിലൊക്കെ ഉണ്ടാക്കണം. ഇതായിരിക്കൊക്കെ. എന്തായാലും കൃഷിയിൽ താല്പര്യമുള്ള യുവാക്കൾക്ക് ഒരു മാതൃകയാവുകയാണ് രാജീവ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ്. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ. ചേഞ്ച് യുവർ ലൈഫ്. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഗാനം സാരീസ്, മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്.
പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 9495042901. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വാർത്തകൾ തുടരുന്നു. പുനലൂർ ചടയമംഗലം നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചൂരക്കുളം പറയൻമൂല പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. പഴയ കടക്കൽ ചെങ്ങമനാട് പാതയുടെ ഭാഗമായ ചൂരക്കുളം പറയൻമൂല സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനായി ഇത്തിക്കരയാറിന് കുറുകെ പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാലം യാഥാർത്ഥ്യമായാൽ വയലയിൽ നിന്നും അഞ്ചലിലെത്താൻ 3 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി. അഞ്ചൽ പറയൻമൂല ആ വഴി പള്ളിമുക്കിൽ നിന്ന് കടക്കൽ വഴി കിളിമാൻ വരെ തിരുവനന്തപുരത്ത് പോകുന്നതാണ്. പോകാം. നേരത്തെ ഇതിനിങ്ങനെ 1-2 പ്രാവശ്യങ്ങളൊക്കെ ഇതിൻ്റെ അനുവാദങ്ങളൊക്കെ വന്നാൽ പിന്നെ അതെല്ലാം ഇങ്ങനെ പോയി അങ്ങനെ നിൽക്കുക. പിന്നെ ഇപ്പം ഇവിടെ പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വന്നിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകുന്നതിനൊക്കെ. അയ്യോ കറങ്ങി കൊള്ളാം. ചക്കര വന്നവർ അഞ്ചക്കൂടെ കറങ്ങി ഇവിടെ വരുന്നത്. ഈ പാലം ഉണ്ടായിരുന്നൊക്കെ എളുപ്പം ഇഞ്ഞ് കയറായിരുന്നു. അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകൾ, സ്കൂളിൽ പോകുന്ന പിള്ളേരും എല്ലാം വലിയ ആളുകൾ നടന്നു പോകുന്നവർക്ക്. ഞങ്ങൾക്ക് വരുവാണെന്ന് അക്കരെയുള്ള പോകാൻ പിന്നെ ഈ മഴ ചെയ്താൽ പോക്ക് നിറയ്ക്കുകയില്ല. അല്ലെങ്കിൽ ഇതുപോലെ അഞ്ചക്കൂടെ വണ്ടി വിളിച്ച പോകാനും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഈ സ്കൂൾ വന്നപ്പോഴാണ് വലിയ ബുദ്ധിമുട്ട് വന്നത് ആളുകൾക്ക്, പിള്ളേർക്ക് പോകുന്നതിന്. അതിൻ്റെ മാതാപിതാക്കളൊക്കെ വെള്ളം കുറയുമ്പോൾ ഇതിനൊക്കെ പിടിച്ചോണ്ടെങ്കിൽ വെള്ളം പിന്നെ ആകുമ്പോൾ ഭയങ്കര വെള്ളം കയറും. ഇവിടം വരെയൊക്കെ വെള്ളം കയറി വരും. ഇവിടെ ഇതിൻ്റെ പരിപാടി നടുക്ക് വരെ കയറി വരും വെള്ളം. പിന്നെ അന്നൊന്നും ഇന്നോട്ട് ഒട്ടും പോക്ക് നടക്കത്തേ ഇല്ല. ഇവിടെ ഒരു പാലം വന്നാൽ ഈ നാട്ടുകാർക്കും രണ്ട് പ്രദേശത്തുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വളരെ സൗകര്യമാവും. സ്കൂൾ അടുത്തുണ്ട്, സ്കൂൾ പിള്ളേർക്ക് പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കോട്ടക്കലുള്ളവർ പെട്ടെന്ന് അഞ്ച പോകണമെങ്കിൽ കോട്ടക്ക് വഴി കറങ്ങിയ പോകേണ്ടുന്ന ഒരു 8 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് പഴയ കടയ്ക്കൽ പോകുന്ന റൂട്ടാണ്, ഇത് അഞ്ചൽ കടയ്ക്കൽ പോകുന്ന റൂട്ടാണ്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ പാലം വരുവാന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പൊതുജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്ന സർക്കാരുകൾ ആരും ഇതിനെപ്പറ്റി കൈയെടുക്കുന്നില്ല. ഇവിടെ ആരും ഇട്ട് പറയാനും ആളുമില്ല. പാലം പണിക്ക് മണ്ണ് പരിശോധനയൊക്കെ നടന്നതാണ്. മണ്ണ് പരിശോധനയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് പിന്നെ അതേ കണക്കങ്ങ് പോയി. 5-6 കൊല്ലമാവും. എനിക്ക് തോന്നുന്നത് ചെങ്ങറ സുരേന്ദ്രൻ MP ആയിട്ടിരിക്കുന്ന കാലത്താന്ന് തോന്നുന്നു. പിന്നെ അതിനെക്കുറിച്ച് അനക്കൊന്നുമില്ല. അപ്പോൾ ഈ പാലം വന്നാൽ ഇട്ടിയ പഞ്ചായത്ത്, അഞ്ച പഞ്ചായത്ത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള യാത്രയ്ക്ക് എളുപ്പമാണ്. ഇത് പണ്ട് മുതലേ ലിസ്റ്റിൽ കൊണ്ടൊരു പാലം ഉള്ളതാണ് ഇവിടെ. അത് പിന്നെ മാറി വരുന്ന സർക്കാരുകളായാലും ജനപ്രതിനിധികളായാലും ആരും ശ്രദ്ധിക്കാറില്ല. അവർക്ക് ആർക്കും ഇതിനാവശ്യമില്ല. ഇവിടുത്തെ ആൾക്കാർ പാലമില്ലാത്തതിനാൽ ഏറെ ദുരിതം അനുഭവിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ 500 പേര് ഒപ്പിട്ട നിവേദനം പല പ്രാവശ്യമായിട്ട് മേലധികാരികൾ കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം വാർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് മണ്ണ് പരിശോധന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചത്തെ വർക്ക് നടത്തി മണ്ണ് പരിശോധന അക്കരെയും ഇക്കരെയുമുള്ള പാലത്തിൻ്റെ അപ്രോച്ച് റോഡും പാസ്സാക്കി അതിൻ്റെ സർവേ എല്ലാം നടത്തി ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് വളരെ ആദരവോടെ എതിരേറ്റ് ആ പാലം പണി നടക്കും എന്ന് വിചാരിച്ച് പ്രപ്പോസലും ചെയ്ത് അന്നത്തെ MLA ആയിരുന്ന രാജ് സാറിൻ്റെ മേൽനോട്ടത്തിൽ പ്ലസ് ബോർഡും ഒക്കെ അടിച്ച് പാലത്തിൻ്റെ പണി നടക്കും എന്ന് എല്ലാവരും മനസ്സിൽ കണ്ടതാണ്. പക്ഷേ 11ാം പദ്ധതിയിൽപ്പെടുത്തി ആ പാലത്തിൻ്റെ പണി നടക്കുമെന്ന് വിചാരിച്ചപ്പോൾ അത് നടക്കാതെ പോയി. അതിനകത്ത് എല്ലാവർക്കും ഒരു നിരാശയായിപ്പോയി. അതിനുശേഷം ഈ പാലത്തിൻ്റെ വർക്കിന് വേണ്ടി ആര് നേരിട്ടാലും അവരെ എല്ലാവരും വല്ലാത്തൊരു മുഖത്തോടു കൂടിയാണ് കാണുന്നത് ജനങ്ങൾ. കാരണം ഇത് കടയ്ക്കൽ ചെങ്ങമനാട് റോഡിൻ്റെ ഒരു പദ്ധതിയിൽപ്പെടുത്തിയായി ഈ പാലം നടക്കേണ്ടത്. അന്ന്
ആനപ്പടിക്കൽ പാലം വന്നപ്പോൾ മുതലേ ജനങ്ങൾക്കെല്ലാം ഉള്ളൊരു ആശീർവാദത്തിൻ്റെ ഒരു കണക്കൂട്ടില്ല. പാലം വരുമെന്ന് എപ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. വന്നാൽ എത്രയും നല്ലതാണ്. അതുകൊണ്ട് 5 കിലോമീറ്ററിൻ്റെ ചുറ്റളവ് പറയമ്മൂല ആഫീസ്, അക്കരെ ഒരു 2 ആഫീസിന് കശുവണ്ടി ഫാക്ടറി ഉണ്ട്. ആ കശുവണ്ടി ഫാക്ടറി പോകുന്നവർ ഇന്ന് ജനങ്ങൾ കഴുത്തുനീര് വെള്ളത്തിൽ ഇറങ്ങിയാണ് നടക്കുന്നത്. ഇല്ലെങ്കിൽ അഞ്ചൽ പോയി അഞ്ചൽ വഴി കറങ്ങിയാണ് പറയമ്മൂല ആഫീസിൽ പോകുന്നത്. മേളക്കാട്ട ആഫീസിൽ പോകുന്ന അനേകം ജീവനക്കാരുണ്ട്. ഈ സ്കൂളിൽ വന്ന് പഠിക്കുന്ന അനേകം കുട്ടികളുണ്ട്. ഈ കുട്ടികളെല്ലാം അഞ്ചൽ വഴി കറങ്ങിയാണ് ഈ സ്കൂളിൽ വരുന്നത്. ഈ പള്ളിയിൽ വരേണ്ട ജനങ്ങൾ, അക്കരെയുള്ള ആളുകൾ ഈ പള്ളിയിൽ വരുന്നതെന്ന് വെച്ചാൽ അഞ്ചൽ വഴി കറങ്ങിയാണ് വരുന്നത്. 5 കിലോമീറ്റർ കറങ്ങി വേണം ഏത് കാര്യത്തിനും ഞങ്ങളിവിടെ അക്കരെ പോകണമെങ്കിൽ ഇക്കരെ പോകണമെങ്കിലും വരാൻ. വളരെ പ്രതീക്ഷയോടുകൂടി ഇത് നടക്കും എന്നാണ് ഇപ്പോഴും ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. പക്ഷേ കാലങ്ങളായി അക്കരെ ഇക്കരെയും ഒരേ MLA-മാരും ഒരേ മന്ത്രിയും ആയിരുന്നിട്ടും നടക്കാതെ പോയ പല പദ്ധതികളും ഉണ്ട്. പക്ഷേ ഇനിയെങ്കിലും അതിനൊരു മോചനം കിട്ടുമെന്ന ജനങ്ങളുടെ ഏക പ്രതീക്ഷ. പറയൻമൂലയിൽ നിന്നും 1 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത ചൂരക്കുളത്തെത്താൻ 8 കിലോമീറ്ററോളം ചുറ്റിവരേണ്ട അവസ്ഥയാണ് വിദ്യാർത്ഥികൾക്കുള്ളതെന്ന് അധ്യാപകരും പറയുന്നു. നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ചൂരക്കുളം ഏരിയയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പാലമാണ് ഈ പറയൻമൂല ഭാഗത്തൊരു പാലം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈഫ് തന്നെ ആകെപ്പാടെ മാറും. ഇവിടെ നമ്മളിപ്പോഴും ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെ കുട്ടികൾക്ക് വന്നെത്താനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കോട്ടുകൽ ഏരിയയിൽ നിന്ന് ഒരു 8 കിലോമീറ്ററെങ്കിലും യാത്ര ചെയ്താലാണ് ഇപ്പോഴും ഇവിടെ എത്താൻ കഴിയുന്നത്. എന്നാൽ ഇതിപ്പോൾ ഒരു 3 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്ത് വളരെ വേഗം കുട്ടികൾക്ക് കോട്ടുകൽ ഏരിയയിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല ഇത്. ഈ ഏരിയയ്ക്ക് മുഴുക്കയായിട്ട് ആകപ്പാടെ തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു പാലത്തിന് കഴിയും. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ചൂരക്കുളം നിവാസികളുടെ ഒരു ഡിമാൻഡാണ് നമ്മുടെ ഭരണാധികാരികളോട്. നമ്മുടെ സ്കൂളിന് ഇത് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത്. ഈ ഏരിയയുടെ തന്നെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പാലമാണ് ഇത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി, സുഖമില്ലാത്ത ഒരു കുട്ടികളുടെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ തന്നെ ഞങ്ങൾ വളരെ ചുറ്റി കറങ്ങിയുള്ള ഒരു റൂട്ടിൽ കൂടിയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. എത്രയും വേഗം കുട്ടികളെ അവിടെ എത്തിക്കാൻ കഴിയും. ഇവിടെയുള്ള നിവാസികൾക്കും ഇത് വളരെയധികം ഉപയോഗപ്രദമാകും. മാത്രമല്ല ഇത് ഈ ഏരിയയുടെ ഡെവലപ്മെൻറ്റിനെ തന്നെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോഴിവിടെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വന്ന് ചേരുകയും ഇവിടെ ഒരു ആകപ്പാടെ ഈ ഏരിയ തന്നെ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആകാൻ ഈ പാലം സഹായകമാകും. ഇത് ഭരണാധികാരികളോട് ഞങ്ങളുടെ ഒരു എളിയ അപേക്ഷയാണ്. ഇത് എത്രയും വേഗം ഇതൊന്ന് നടപ്പാക്കി തരണമെന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അപേക്ഷയുണ്ട്. ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ വികസനത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കും. കുട്ടികൾക്ക് എത്തിച്ചേരാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാകും. ഇപ്പോഴും തന്നെ ടീച്ചേഴ്സൊക്കെ ആ ഭാഗത്തു നിന്ന് വരുന്ന ടീച്ചേഴ്സുണ്ട്. അവർ തന്നെ സ്കൂട്ടറിലൊക്കെ 8 കിലോമീറ്റർ ചുറ്റി കറങ്ങിയിട്ടാണ് സ്കൂളിൽ എത്തുക. അപ്പോൾ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിന് തന്നെ അത് വളരെ ഒരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമായിട്ട് തീരും. സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റിന് തന്നെ അത് വളരെയധികം സഹായകമാകും. നമ്മളിപ്പോൾ സ്കൂളിൻ്റെ കാര്യം മാത്രമായിട്ട് പറയുകയല്ല, ഈ ഇപ്പോഴും ഇതിപ്പോൾ ഒരു നോട്ട് എ വെരി വെൽ ഡെവലപ്ഡ് ഏരിയ, അത്ര വെൽ ഡെവലപ്ഡ് ഏരിയ അല്ല, കുറച്ച് ഹൗസിംഗ് പ്ലോട്ട്സ് ആൻഡ് പ്ലാന്റേഷൻ ഏരിയ പോലെ നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോഴിത്. ഈ പാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ സ്ഥിതി പാടെ മാറും. കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് താമസത്തിന് വരും. കൂടുതൽ സ്ഥാപനങ്ങൾ വരാൻ സാധ്യതയുണ്ടാകും. കൂടുതൽ നേരിട്ട് അഞ്ചൽ ടൗണുമായിട്ടും കോട്ടുകൽ ഏരിയയുമായിട്ടും പെട്ടെന്ന് ആക്സസ് ഉണ്ടാകും. ഇതൊക്കെ എല്ലാ ഈ പ്രദേശത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പാലമാണ് അത്. ഭരണാധികാരികൾ എത്രയും സത്വര ശ്രദ്ധ ഇതിൽ പതിപ്പിച്ച് ഈ പാലം എത്രയും വേഗം സാക്ഷാത്കരിക്കണമെന്ന് നമ്മുടെ ഈ ചൂരക്കുളം നിവാസികളുടെയും ഈ സ്കൂളിൻ്റെയും പേരിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇവിടെ പ്രോപ്പർ പ്ലേസ് പള്ളിമുക്കാണ്. പള്ളിമുക്ക് ഏരിയയിൽ നിന്നും നമ്മൾ അഞ്ചലേക്ക് വരുന്നതിന് വേണ്ടി വലിയൊരു ആറാണ് പറയൻമൂല. അതിലൂടെ ആളുകൾ വളരെ ബുദ്ധിമുട്ടിയാണ് സഞ്ചരിച്ച് വരുന്നത്. ചിലപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ തന്നെ ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അവർ അതിലെ കൂടെ കയറി വരുന്നത്. അത് അവർക്ക് വളരെ അപകടകരമായൊരു കാര്യമാണ്. നേരത്തെ പരിസരവാസികളെല്ലാം നമ്മുടെ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിന് നിവേദനം സമർപ്പിച്ചു. ഏരിയ പ്ലോട്ട് വന്ന് തിരിച്ച് അവർ പുരയിടം കൊടുക്കുന്നതിന് വരെ തയ്യാറാണ്. പക്ഷേ ഭരണാധികാരികൾ ഇതുവരെ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല. അവിടെ ഒരു പാലം വന്നിരുന്നെങ്കിൽ ഈ പരിസരത്തുള്ള ആളുകളുടെ വികസനത്തിന് നമ്മുടെ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കും അത് വളരെയധികം പ്രയോജനം ചെയ്യും. ഇത്തിക്കരയാറിന് കുറുകെ പാലം നിർമ്മിച്ച് തങ്ങളുടെ യാത്രാ ദുരിതം തീർക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അലേമൺ ഗ്രാമപഞ്ചായത്തിനെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനോട് യോജിപ്പില്ലെന്നും സംസ്ഥാന വ്യാപകമായി നിയോജക മണ്ഡല അടിസ്ഥാനത്തിലല്ല ബ്ലോക്ക് പുനഃക്രമീകരണം നടത്തേണ്ടതെന്നും മുല്ലക്കര രത്നാകരൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പുനഃക്രമീകരണം നടക്കുമ്പോൾ ജനങ്ങളുടെ സൗകര്യമാണ് ആദ്യം പരിഗണിക്കേണ്ടതെന്നും
അലൈമൺ ഗ്രാമപഞ്ചായത്തിനെ അഞ്ചൽ ബ്ലോക്കിൽ നിന്നും ഒഴിവാക്കി ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ സർവകക്ഷി സംഘം മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രി KC ജോസഫിനും പരാതി നൽകിയതായും ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. പിന്നെ അവിടുത്തെ സർവകക്ഷി സംഘം വന്ന് ഞാൻ കൂടെ തന്നെ ചേർന്ന് എൻ്റെ പിന്നെ കത്തും വെച്ച് അവരുടെ നിവേദനത്തിൽ അങ്ങനെ മാറ്റരുത്, അഞ്ചൽ ബ്ലോക്കിന്റെ മുറ്റത്ത് വരെയുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെട്ട ഗ്രാമപഞ്ചായത്താണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കും എന്റെ ബന്ധപ്പെട്ട മന്ത്രി KC ജോസഫാണ്. KC ജോസഫിന് അതിന്റെ നിവേദനം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവര് ഇന്നങ്ങോട്ട് അതിന്റെ ആണോ സാറേ? പിന്നീട് സാറേ ഇത് ജനങ്ങൾക്ക് വ്യാപകമായ എതിർപ്പ് ഉണ്ടായിരുന്നു അതില് അലൈമൺ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക്. അത് മാത്രമല്ല അതുകൊണ്ടാണല്ലോ അവിടുത്തെ സർവകക്ഷി പ്രതിനിധികളാ വന്നത് തിരുവനന്തപുരത്ത് ഗ്രാമപഞ്ചായത്തില്. പിന്നീട് സാറേ ഇത് ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വികസന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ നിലനിർത്തണമെന്നൊരു ചെറിയ അഭിപ്രായമുണ്ട് ചിലർക്ക്. അല്ല, ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു പ്രായോഗികതയുണ്ട്. ആ പ്രായോഗികതയിൽ ആ പ്രദേശത്തിന്റെ ഭൂരിഭാഗം അഞ്ചലുമായിട്ട് വളരെ അടുത്താണ്. അഞ്ചൽ ജംഗ്ഷനിൽ തൊട്ട് അഞ്ചൽ തിയേറ്റർ ഉൾപ്പെടെ ഈ അലൈമൺ ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പൊ അത്ര അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് അത് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഈ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിലും പ്രദേശപരമായിട്ടുള്ള സൗകര്യം തീരെ കുറവാണ്. അതുകൊണ്ടാണ് അഞ്ചൽ പഞ്ചായത്തിൽ പൊതുവെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിലനിർത്താവുന്ന തരത്തിൽ ആലോചിക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായം ഉണ്ടായപ്പോൾ അതിൽ ഒരു നിലപാട് സ്വീകരിച്ചത്. പിന്നെ മറ്റൊരു പ്രശ്നം, അല്ലെങ്കിൽ കേരളത്തിലൊട്ടാകെ മണ്ഡലാടിസ്ഥാനത്തിൽ ബ്ലോക്കുകൾ വിഭജിക്കപ്പെടുകയാണെങ്കിൽ ഇത് ശരിയാണ്. ഇപ്പൊ കേരളത്തിലൊട്ടാകെ മണ്ഡലാടിസ്ഥാനത്തിലല്ല ബ്ലോക്കുകൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ തന്നെ 2-3 ബ്ലോക്ക് വരുന്നുണ്ട്. ഒരു ബ്ലോക്കിൽ തന്നെ ഒരു മണ്ഡലത്തിൽ തന്നെ 2 ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുമ്പം അങ്ങനെ ഒരു ഭരണ സൗകര്യത്തിന് വേണ്ടിയുള്ള നിലപാട് പൊതുവെ എല്ലായിടത്തും ഒരുപോലെ സ്വീകരിക്കപ്പെടുന്നില്ല. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് സൗകര്യാർത്ഥം വേണോ അത് സ്വീകരിക്കപ്പെടാം. സാറേ പിന്നീട് അവിടുത്തെ ഇലക്ഷന്റെ ID കാർഡിന്റെ മറ്റ് സൗകര്യങ്ങൾ വേണ്ടി അവർ കൊട്ടാരക്കരയെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പം വന്നിട്ടുണ്ട് നിലവില്. അവർ ഇലക്ഷൻ ID കാർഡിന്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊട്ടാരക്കര താലൂക്ക് ഓഫീസിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പം വന്നിട്ടുണ്ട് അലൈമൺ ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക്. അല്ല, അതൊക്കെ പിന്നെ പരാതി കൊടുത്ത് പരിഹരിക്കാവുന്ന കാര്യമാണ്. കാരണം ഇത് ഭരണകൂടങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ സൗകര്യാർത്ഥമാണല്ലോ ഭരിക്കുന്നത്. അല്ല ജനങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരും ഭരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ അതൊക്കെ പരാതി കൊടുത്ത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളാണ്. സംസ്ഥാന വ്യാപകമായി നിയോജക മണ്ഡലാടിസ്ഥാനത്തിലല്ല ബ്ലോക്ക് ക്രമീകരണം നടന്നിട്ടുള്ളതെന്നും മുല്ലക്കര രത്നാകരൻ MLA ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചലിൽ നടക്കാനിരിക്കുന്ന 100 ആഴ്ചകൾ 100 സിനിമകൾ എന്ന ചലച്ചിത്ര പ്രദർശനം ആഗസ്റ്റ് 2-ന് ആരംഭിക്കും. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ക്രൈം നമ്പർ 89 ഉദ്ഘാടന ചിത്രം. അലൈമൺ ഗ്രാമപഞ്ചായത്തിനെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനോട് യോജിപ്പില്ലെന്നും സംസ്ഥാന വ്യാപകമായി നിയോജക മണ്ഡലാടിസ്ഥാനത്തിലല്ല ബ്ലോക്ക് പുനഃക്രമീകരണം നടത്തേണ്ടതെന്നും മുല്ലക്കര രത്നാകരൻ. അടച്ചിട്ടിരിക്കുന്ന അഞ്ചൽ പനച്ചവിള കാഷ്യൂ ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. വർഷങ്ങളായി തരിശു കിടന്ന പാടം വിലയ്ക്ക് വാങ്ങി സ്വന്തമായി കൃഷി ഇറക്കിയിരിക്കുകയാണ് ഒരു യുവാവ്. പുനലൂർ ചടയമംഗലം നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചൂരക്കുളം പറയൻമൂല പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10-ന്. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.